Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ നല്ലൊരു ബ്രെഡ് ടോസ്റ്റ് ആണ് തയ്യാറാക്കുന്നത്. നല്ലൊരു ബനാന ബ്രെഡ് ടോസ്റ്റ്. നേന്ത്രപ്പഴമൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു പഴുത്തൊരു നേന്ത്രപ്പഴം. അപ്പോൾ ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തൊലിയൊക്കെ കളഞ്ഞ ശേഷം ഞാൻ ഈ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്കിത് നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇത് നെയ്യിലിട്ടൊന്ന് വാട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഒരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്ന് അതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പഴത്തിൻ്റെ ഈ ഒരു കളർ മാറി നല്ലൊരു യെല്ലോ കളറായി വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ പഴമൊക്കെ നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് വാടി വന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാനിൽ മാറ്റി വെക്കാം. പാനിൽ മാറ്റിയ ശേഷം ഈ പഴമൊക്കെ നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറി വന്ന ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാര, അത് നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ഏലക്കായ, പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിലുള്ള പഴമൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് വേണ്ട ബ്രെഡ് എടുക്കാം. ബ്രെഡ് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓരോരോ ബ്രെഡായിട്ട് തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഈ ബ്രെഡ് കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഓരോരോ ബ്രെഡായിട്ട് എടുത്തിട്ട് ടോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഴം വാട്ടിയെടുത്തിട്ടുള്ള ആ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പാന് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും പഴയും പാലൊക്കെ ചേർത്തിട്ടുള്ള ബാറ്ററിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് മുക്കിയ ശേഷം ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും കിസ്മിസും ഒന്നും വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് റോസ്റ്റ് ആയിക്കോളും. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ടോസ്റ്റ് ചെയ്തെടുക്കാൻ. നമ്മളിതിൽ പഴമൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് വന്നു തുടങ്ങിയാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സൈഡ് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ മാറ്റാം. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ചായയുടെ കൂടെയൊക്കെ നല്ലൊരു സ്നാക്കായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ബനാന ബ്രെഡ് ടോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.